അയ്യാ വണക്കം. റഷ്യ പോളണ്ടിൽ ഉടനെ തന്നെ ഒരു ആക്രമണം നടത്താനുള്ള എല്ലാ സാധ്യതയും നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കാണുന്നുണ്ട്. അതിനിടയിലാണ് കണ്ട വയ്യാവേലിയും തലവേദനയൊക്കെ ഇങ്ങോട്ടേക്ക് വരുന്നതെന്നാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഡൊണാൾഡ് ട്രംപ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് അതിനിടയിൽ ഒരു അറബ് നാറ്റോ അവിടെ രൂപീകരിക്കപ്പെടുന്നുണ്ട്. ഈ അറബ് നാറ്റോ രൂപീകരിച്ചിട്ട് ഈ 80-ലധികം മുസ്ലിം രാഷ്ട്രങ്ങൾ, കുറേയധികം പിച്ചച്ചട്ടി എടുത്തിരിക്കുന്ന മുസ്ലിം രാഷ്ട്രങ്ങൾ, പിന്നെ കുറേയധികം സമ്പന്നമായിട്ടുള്ള മുസ്ലിം രാഷ്ട്രങ്ങൾ, ഈ സമ്പന്നമായിട്ടുള്ള മുസ്ലിം രാഷ്ട്രങ്ങളുടെ കയ്യിൽ നിന്നാണ് അമേരിക്ക എണ്ണയും പിണ്ണാക്കുമൊക്കെ ഇങ്ങോട്ടേക്ക് മേടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവന്മാരെല്ലാം കൂടെ അറബ് നാറ്റോ രൂപീകരിച്ച് കഴിഞ്ഞ ശേഷം അപ്പുറത്ത് ഈ പോളണ്ടും റഷ്യയും തമ്മിലൊരു അടിയായി, അത് നാറ്റോയിലുള്ള അടിയായി. അങ്ങനെ അമേരിക്ക കൂടെ അതിനകത്ത് വലിച്ചിഴക്കപ്പെടുമ്പോൾ ഈ അറബ് നാറ്റോ പറയുകയാണ്, ഇനി ഞങ്ങൾക്ക് എണ്ണ തരണമെങ്കിൽ ഞങ്ങൾക്ക് കുറച്ച് ഡിമാൻഡൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഈ പെര കത്തുമ്പം വാഴ വെട്ടുക എന്ന് പറയുന്നില്ല, അങ്ങനെ ഒരു സെറ്റപ്പിലോട്ട് കാര്യം വരും. ഡൊണാൾഡ് ട്രംപ് ആളൊരു മിടുക്കനാണ്. ഡൊണാൾഡ് ട്രംപ് എന്ത് ചെയ്തു? ഡൊണാൾഡ് ട്രംപ് കുറച്ച് പദ്ധതി അങ്ങോട്ട് മെനഞ്ഞു. അതായത് ഈ ഖത്തറിനെ ഇസ്രായേൽ ആക്രമിച്ചു. ഖത്തറിനെ ഇസ്രായേൽ ആക്രമിച്ചപ്പോൾ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു, ഞാൻ അറിഞ്ഞില്ല, ഞാനിത് അറിഞ്ഞേയില്ല, എപ്പോഴായിരുന്നു സംഭവം എന്നാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്. നമ്മുടെ തിളക്കത്തിലെ കൊച്ചിൻ അനീഫയെ പോലെ നിങ്ങളൊക്കെ ആരാ, നിങ്ങളൊക്കെ എപ്പോഴാണ് വന്നത് എന്നുള്ള രീതിയിലാണ് ഖത്തർ അമീറിനെ കണ്ടപ്പോൾ നമ്മുടെ ട്രംപ് പെരുമാറിയത്. ഖത്തർ അമീർ ട്രംപിനെ വിളിച്ചു വരുത്തി സ്വർണ്ണത്തളികയിൽ അത്താഴവും വിളമ്പി കഴിഞ്ഞ ശേഷമാണ് ട്രംപിനെ പറഞ്ഞയച്ചത്. എന്നിട്ടാണ് ട്രംപ് ഇങ്ങനെ കാണിച്ചതെന്ന് അമീറിന് കൃത്യമായിട്ട് അറിയാമായിരുന്നു. അതവിടെ നിൽക്കട്ടെ. ഇങ്ങനൊരു സാഹചര്യം ഉരുത്തിരിയുന്നത് കണ്ട ട്രംപ് എന്ത് ചെയ്തു? ബെഞ്ചമിൻ നെതന്യാഹുവിനെ വിളിച്ചു. അളിയങ്ങ് വാ എന്ന് വിളിച്ചു. അളിയൻ വന്നിട്ടൊരു കാര്യം ചെയ്യും, ഇപ്പോൾ അവനെ നമുക്കൊന്ന് ശമിപ്പിക്കണം, അതായത് അവനെ നമുക്കൊന്ന് തണുപ്പിക്കണം. അളിയ ഒരു കാര്യം ചെയ്യും, അടിയൊന്നും നിർത്തണ്ട, അടിയൊന്നും നിർത്തിയേ വേണ്ട എന്ന് ഇസ്രായേലിനോട് പറയുകയും, ഒരു കാര്യം ചെയ്യും, അവനെ ഒന്ന് വിളിച്ചേരെ, നൈസായിട്ട് ഖത്തർ അമീറിനെ ഒന്ന് വിളിച്ചേരെ, വിളിച്ച് തോളിലൊക്കെ 2 തട്ടൊക്കെ തട്ടി ഒരു മാപ്പങ്ങ് പറ, നമുക്ക് പോകാനൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് ഒരു മാപ്പ് പറയാനായിട്ട് നിർബന്ധിക്കുന്നു. അങ്ങനെ മാപ്പ് പറയുന്നു. ഇസ്രായേൽ ഖത്തറിനെ വിളിച്ച് മാപ്പ് പറയുന്നു. ബെഞ്ചമിൻ നെതന്യാഹു ഫോണിൽ വിളിച്ചപ്പോഴാണ് ഈ മാപ്പ് പറച്ചിലുണ്ടായത് എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെ മാപ്പ് പറഞ്ഞതിന് ശേഷം ട്രംപ് എന്ത് ചെയ്തു? ട്രംപ് ഒരു വമ്പം പ്രസ്താവന ഇറക്കി. ഇനി ഖത്തറിനെ തൊടുന്നത് അമേരിക്കയെ തൊടുന്നതിന് തുല്യമാണ് എന്ന് പറഞ്ഞ് ട്രംപ് എന്ത് ചെയ്തു? ഒരു വലിയ പ്രസ്താവന ഇറക്കി, ഒരു കരാറ് തന്നെ എഴുതി ഉണ്ടാക്കി, അതിൽ ഒപ്പിട്ട് ഖത്തറിൻ്റെ മുമ്പിലേക്ക് ഇങ്ങനെ സമർപ്പിച്ചു. ഇപ്പം സന്തോഷമായില്ലേ എന്നാണ് ഖത്തറിനോട് ട്രംപ് ചോദിച്ചത്. സന്തോഷമായെന്ന് പറഞ്ഞ് ഖത്തറിൻ്റെ അടുത്ത് മൂട്ടി തിരിവിയിട്ട് നേരെ വീട്ടിലോട്ടും പോയി എന്നുള്ളത് വേറൊരു കാര്യം. അതിനുശേഷമാണ് യഥാർത്ഥത്തിൽ ട്രംപിൻ്റെ പണി തുടങ്ങുന്നത്. ഇനി ഹമാസിനുള്ളത്. ഹമാസിന് ഞാനൊരു കാര്യം ചെയ്യാം, ഞാനൊരു 20 നിർദ്ദേശങ്ങളടങ്ങുന്ന ഒരു സമാധാന കരാർ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് പറയും മുമ്പേ ഇസ്രായേൽ ഞാൻ സമ്മതിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ യഥാർത്ഥത്തിൽ ഹമാസ് അവിടെ നിന്ന് നോക്കുന്നുണ്ട്. പറയും മുമ്പേ യവൻ സമ്മതിച്ചു എന്ന് പറയുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ ഈ കരാർ ഉണ്ടാക്കിയിരിക്കുന്നത് യവനല്ല, ലോ ലെവനാണ്. അതായത് ഇസ്രായേലാണ് ഈ കരാർ ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് ഹമാസിന് സംശയമുണ്ടായി. എന്നിട്ട് ട്രംപ് എന്ത് ചെയ്തു? ട്രംപ് ഈ കരാറിനെക്കുറിച്ച് ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞ് ഇസ്രായേലിനെ വിളിപ്പിക്കുന്നു, പല മുസ്ലിം രാഷ്ട്രങ്ങളെ വിളിപ്പിക്കുന്നു. അപ്പോൾ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ ഒന്ന് തുള്ളി ചാടി. എന്നിട്ട് കേരളത്തിലെ മാധ്യമങ്ങൾ വാർത്തയടിച്ചു, ഇതാ ഹമാസിന് മുന്നിൽ ഇസ്രായേൽ കീഴടങ്ങുന്നു എന്ന്. ആ ദിവസം, അതായത് അതേ ദിവസം 140 ഇടങ്ങളിലാണ് ഒറ്റയടിക്ക് ഹമാസിന് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തിയത്. ഇതേ വായ കൊണ്ട് നേരെ തിരുത്തി പറയേണ്ടി വന്നു നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾക്ക്. അങ്ങനെ 140 ഇടങ്ങളിൽ ആക്രമണവും നടത്തി കഴിഞ്ഞ ശേഷം ഹമാസിനോട് ഈ കരാർ അംഗീകരിക്കുമോ എന്ന് ചോദിച്ചു. ഹമാസ് ഇത് ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞു. ഹമാസിൻ്റെ നിരായുധീകരണം ഇത് ഈ കരാറിനകത്തുണ്ട്. പോരാത്തതിന് ബന്ദികളെല്ലാം വിട്ടുകൊടുക്കണം, ഇത് ഈ കരാറിലുണ്ട്. യഥാർത്ഥത്തിൽ ഹമാസ് ഇപ്പോഴും ഇസ്രായേലിൻ്റെ അടുത്ത് പിടിച്ചു നിൽക്കുന്നത്, ഇസ്രായേലിൻ്റെ ഒരുപാട് ബന്ദികൾ ഹമാസിൻ്റെ കയ്യിലുണ്ട്. ഈ ബന്ദികളെല്ലാം ഹമാസിന് ഇസ്രായേലിന് തിരിച്ചു കൊടുക്കണം. ഇസ്രായേലിന് എന്ന് ഈ ബന്ദികളെയൊക്കെ ഹമാസ് തിരിച്ചു കൊടുക്കുന്നു, അന്ന് ഇസ്രായേൽ ഇപ്പോൾ കാണുന്ന അടിയല്ല, ഇതിൻ്റെ 100 ഇരട്ടി ശക്തിയിൽ തിരിച്ചടിക്കുമെന്ന് കൃത്യമായിട്ട് ഹമാസിന് അറിയാം. അതുകൊണ്ട് ഹമാസ് ഈ ബന്ദികളെ ഒന്നും തിരിച്ചു കൊടുക്കാനായിട്ട് തയ്യാറാവുന്നില്ല. ഈ ബന്ദികളെ തിരിച്ചു കൊടുക്കണം ഘട്ടം ഘട്ടമായിട്ട്. അതായത് ഇസ്രായേലിൻ്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഘട്ടം ഘട്ടമായിട്ട് സൈന്യത്തെ പിൻവലിക്കും. അതായത് ഈ കൊല്ലം കുറച്ച് സൈന്യത്തെ നമ്മൾ പിൻവലിച്ചു, ഇനി ഒരു 10 കൊല്ലം കഴിഞ്ഞ് കുറച്ചുകൂടെ സൈന്യത്തെ പിൻവലിക്കും, പിന്നെ ഒരു 50 കൊല്ലം കഴിഞ്ഞ് കുറച്ചുകൂടെ സൈന്യത്തെ പിൻവലിക്കും. ഇതാണ് ഘട്ടം ഘട്ടമായിട്ടുള്ള സൈന്യത്തെ പിൻവലിക്കൽ. ഇത് കേട്ട ഹമാസ് എന്ത് ചെയ്തു? ഹമാസിന് കൃത്യമായിട്ട് മനസ്സിലായി ഇവ നമ്മളെ കൊടുക്കാനുള്ള പദ്ധതിയാണെന്ന് മനസ്സിലായി. ഇതിന് പിന്നിൽ ഇസ്രായേലാണ് എന്ന് ഹമാസിന് മനസ്സിലായി. അങ്ങനെ ഹമാസ് എന്ത് ചെയ്തു? ഈ സംഭവത്തിൽ, അതായത് ഈ കരാറിൽ ഹമാസ് പറഞ്ഞു, ഞങ്ങളിതിൽ ഒപ്പിടില്ല, അല്ലെങ്കിൽ നമുക്ക് ഈ സമാധാനം വേണ്ട എന്ന് ഹമാസ് പറഞ്ഞു. സമാധാനം വേണ്ട എന്ന് പറയുന്ന താമസം ഹമാസിനെ എന്ത് ചെയ്തു? സമ്പൂർണ്ണമായിട്ടും ഇവിടെ നിന്ന് തുടച്ചു നീക്കാനായിട്ട് ഇസ്രായേൽ അവിടെ
ഓർഡർ ഇട്ടിരിക്കുകയാണ്. ഇതോടുകൂടി അറബ് നാറ്റോ എന്ന് പറയുന്ന ഒരു നാറ്റോ ഉണ്ടല്ലോ, ആ അറബ് നാറ്റോയുടെ പ്രധാനപ്പെട്ട ആവശ്യം ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തെ അംഗീകരിക്കണം, അവിടെയുള്ള ഗാസയിലുള്ള യുദ്ധം നിർത്തണം. ട്രംപ് എന്ത് ചെയ്തു? ട്രംപ് ഒരു സമാധാന കരാർ മുന്നിലേക്ക് വെച്ചു. അത് ഇസ്രയേൽ അംഗീകരിച്ചു, എന്നാൽ ഹമാസ് ആണെങ്കിൽ അംഗീകരിച്ചുമില്ല. ഇനി ട്രംപ് പറയാൻ പോകുന്നത് ഇസ്രയേൽ സംഭവം അംഗീകരിച്ചു, പക്ഷേ ഹമാസ് അംഗീകരിച്ചിട്ടില്ല, അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അടിയല്ലാതെ വേറൊരു മാർഗ്ഗമില്ല, എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു അന്ത്യശാസനം അവിടെയുള്ള ജനങ്ങൾക്ക് കൊടുത്തിരിക്കുകയാണ്. നിങ്ങൾ ഇവിടെ നിന്ന് പലായനം ചെയ്തു പൊക്കോളൂ. നിങ്ങൾ ഇവിടെ നിന്ന് പലായനം ചെയ്തു പോവുക മാത്രമല്ല ചെയ്യേണ്ടത്, നിങ്ങൾ ഹമാസിനെ വിട്ടുപോകണം എന്നും ഇസ്രായേൽ പറഞ്ഞിട്ടുണ്ട്. ഹമാസിനെ വിട്ടുപോയി കഴിഞ്ഞാൽ ബാക്കിയുള്ള യൗമാരെ മുഴുവൻ തുടച്ചു നീക്കുന്ന കാര്യം നമ്മളേറ്റു എന്ന് ഇസ്രായേൽ പറയുന്നു. എന്നിട്ട് ഇപ്പോൾ ഇസ്രായേൽ പറയുന്നത് 24 മണിക്കൂർ സമയം തരും. ഈ 24 മണിക്കൂറിനകം പലായനം ചെയ്യാത്ത ആൾക്കാരെയെല്ലാം നമ്മൾ തീവ്രവാദികളായി കണക്കാക്കും, പിന്നെ അവർക്ക് മേൽ നമ്മൾ ബോംബ് മഴ പെയ്യിക്കും എന്നാണ് കൃത്യമായിട്ട് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത്. അതുമാത്രമല്ല ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത്, ഇസ്രായേലിൻ്റെ പിറകെ നമ്മുടെ ട്രംപ് കൂടെ ഒരു ഡയലോഗ് അടിച്ചിട്ടുണ്ട്. 3 ദിവസം നിനക്കൊക്കെ സമയം തരും, 3 ദിവസത്തിനകം ഇതിനൊരു തീരുമാനമാക്കിയില്ലെങ്കിൽ അമിട്ടെടുത്ത് ആസനത്തിൽ തിരിവൂ എന്നാണ് ഹമാസിനോട് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുവരെയാണ് സ്റ്റോറി നിൽക്കുന്നത്. ഇനി ഇതെങ്ങോട്ടേക്ക് പോകും എന്നാണ് പല ആൾക്കാരും ഉദ്വേഗഭരിതമായി നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ പറ്റിയത് നമ്മുടെ പാകിസ്ഥാനാണ്. പാകിസ്ഥാൻ ചാടിത്തുള്ളി അമേരിക്കയുടെ അടുത്ത് പോയി. അമേരിക്കയുടെ അടുത്ത് പോയപ്പോൾ തൊട്ടപ്പുറത്ത് ഫീൽഡ് മാർഷലായിട്ടുള്ള അസീം മുനീറും ഉണ്ടായിരുന്നു. അവിടെ ഷഹബാസ് ഷെരീഫ് ട്രംപിൻ്റെ അടുത്ത് നിന്ന് ചിരിക്കുന്നു, ട്രംപിൻ്റെ തോളിൽ തട്ടുമ്പോഴൊക്കെ ട്രംപ് അവനെ രൂക്ഷമായിട്ടൊന്ന് നോക്കുന്നുണ്ട്, എങ്കിലും അതൊന്നും വകവയ്ക്കാതെ വീണ്ടും കയ്യിലൊക്കെ തട്ടുന്നു. അതായത് എനിക്ക് അമേരിക്കൻ പ്രസിഡൻറ്റുമായിട്ട് ഭയങ്കര ബന്ധങ്ങളൊക്കെയാണ്, നിങ്ങൾ കണ്ടോ എന്ന് ലോകരാജ്യങ്ങളെ കാണിക്കാനുള്ള പാകിസ്ഥാൻ പ്രസിഡൻറ്റിൻ്റെ ഒരു വ്യഗ്രത. ഇങ്ങനെയൊക്കെ തട്ടുന്നു. ഇങ്ങനെയൊക്കെ തട്ടിയ സാഹചര്യത്തിൽ ചൈന ഒന്ന് മുറുമുറുത്തു. ചൈനയാണല്ലോ ഇത്രയും നാൾ പാകിസ്ഥാൻ്റെ സംരക്ഷകരായിരുന്നത്. ചൈന ഒന്ന് മുറുമുറുത്തിട്ട് പറഞ്ഞു, ഇവിടെയുള്ള ഈ ബഗ്രാം വ്യോമതാവളം മറ്റേ അവ എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്, അവൻ്റെ അടുത്തൊന്ന് പറഞ്ഞു പോയി, ഇപ്പുറത്ത് ഞാൻ ഇരിപ്പുണ്ടെന്ന് കേട്ടോ, ഇവിടെ എങ്ങാനും വന്ന് അവൻ്റെ പെട്ടി അടിച്ച് പൊട്ടിക്കും എന്നൊരു കാര്യം കൂടെ നീ പറഞ്ഞു പോയി എന്ന് പാകിസ്ഥാനോട് പറഞ്ഞു. അതോടുകൂടി UNGOയിൽ പാകിസ്ഥാനും ഇറാനും ചൈനയും അഫ്ഗാനിസ്ഥാനും കൂടെ ചേർന്നൊരു യോഗം കൂടിയിട്ട് ഇത് ഞങ്ങൾ അപലപിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ പാകിസ്ഥാൻ പറഞ്ഞു, അതൊക്കെ മോശമല്ലേ, ഇപ്പോൾ ട്രംപുമായിട്ട് നമ്മൾ കുറച്ച് നല്ല ബന്ധത്തിലാണ് പോകുന്നത്, അപ്പോൾ ഈ മോശപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ചെയ്യുക, ഇല്ല അപലപിച്ചോ കുഴപ്പമില്ല, അത് വലിയ വിഷയം എന്നുള്ള കാര്യമില്ല, ഒരു അപലപനം അല്ലേ, അങ്ങ് കൊടളയ്യ എന്ന് പറഞ്ഞ ആ സാഹചര്യത്തിൽ ശരി എങ്കിൽ അപലപിക്കാമെന്ന് പറഞ്ഞ് ചാടിത്തുള്ളി അപലപിച്ചു. ഇത് അപലപിച്ചപ്പോൾ ട്രംപ് എന്ത് ചെയ്തു? ട്രംപാണ് മോൻ. ട്രംപ് ചെയ്ത സംഭവം എന്ന് പറഞ്ഞാൽ, ട്രംപ് തുർക്കിയുടെ അടുത്ത് എന്ന് പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, തുർക്കിയുടെ കയ്യിൽ ഒരു S-400 ഇരിപ്പുണ്ടല്ലോ റഷ്യയുടെ. അപ്പോൾ തുർക്കി പറഞ്ഞു, ആ ഇരിപ്പുണ്ട്, അത് ഞാൻ കൊണ്ട് കളയാൻ വച്ചിരിക്കുകയാണ്, കാരണം അത് കളഞ്ഞാൽ മാത്രമേ F-35 തരൂ എന്ന് അമേരിക്ക തുർക്കിയോട് പറഞ്ഞിട്ടുണ്ട്. കാരണം ഇത് നിങ്ങളെടുത്ത് മാറ്റണം, കാരണം റഷ്യയുടെ ഈ വ്യോമ പ്രതിരോധ സംവിധാനമാണ് S-400, ഇന്ത്യയുടെ കയ്യിലും അതുണ്ട്. ഇന്ത്യ അത് വെച്ചാണ് പാകിസ്ഥാനെ അച്ചാമ്പൂച്ച അടിച്ചത്. അപ്പോൾ അത് കൊണ്ട് എവിടെ കളയുമെന്നൊരു പിടിയില്ല. ഇതാണെങ്കിൽ നല്ല വിലയുള്ള സാധനമാണ്, നല്ല ചിക്കലി എണ്ണി കൊടുത്തിട്ടാണ് നമ്മൾ മേടിച്ചത്. പിന്നെ അതിൻ്റെ സോഴ്സ് കോഡൊന്നും റഷ്യ നമുക്ക് തന്നിട്ടില്ല, ടെക്നോളജിയും ട്രാൻസ്ഫർ ചെയ്തിട്ടില്ല, ഈ സാധനം മാത്രം ഉണ്ടാക്കി ഇങ്ങോട്ടേക്ക് അയച്ച്. ഇനി ഇത് കളഞ്ഞാൽ മാത്രമേ F-35 അണ്ണം തരൂ എന്നും പറഞ്ഞു. അപ്പം ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിക്കുന്ന ആ സമയത്ത് അമേരിക്ക പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഇതങ്ങ് ഇന്ത്യക്ക് കൊടുത്തേരെ എന്ന് പറഞ്ഞു. അപ്പോൾ യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ ഞെട്ടി, അതെന്തൊരു തേപ്പളിയാ എന്ന രീതിയിൽ അമേരിക്കയോട് സംസാരിച്ച് തുടങ്ങി. അതായത് ബഗ്രാം വ്യോമത്താവളത്തിൽ അമേരിക്ക വരുന്നത് എതിർത്ത പാകിസ്ഥാന് അമേരിക്ക കൊടുത്തത് മുട്ടം പണിയാണ്. അങ്ങനെ തുർക്കിയെ കൊണ്ട്, നമ്മുടെ ബദ്ധവൈരികളാണ് തുർക്കി എന്ന് പറയുന്നത്, തുർക്കിയെ കൊണ്ട് പാകിസ്ഥാനെ അടിക്കാനായിട്ട് ഇന്ത്യയിലേക്ക് ഒരു പാലം ഇട്ട് കൊടുത്തിരിക്കുകയാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ്. അപ്പോൾ ഇതാണ് ഡൊണാൾഡ് ട്രംപിൻ്റെ ബുദ്ധി എന്ന് പറയുന്നത്. ഡൊണാൾഡ് ട്രംപ് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ കൃത്യമായിട്ട് അതിനകത്ത് വേറൊരു കാര്യം കാണാതെ ഡൊണാൾഡ് ട്രംപ് അത് ചെയ്യില്ല. അപ്പോൾ ഇതേ സംഭവമാണ് ഇസ്രായേലിൻ്റെ കേസിലും നടന്നിരിക്കുന്നത്. അപ്പോൾ ഈ S-400 ഇന്ത്യയിലേക്ക് തരട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഇന്ത്യ ഇപ്പോൾ അതിനോട് പ്രതികരിച്ചിട്ടില്ല. അപ്പോൾ റഷ്യ അവിടെ എന്ന് പറഞ്ഞു, നിനക്കത് വേണ്ടെങ്കിൽ നീ തിരിച്ചു തന്നേരം, നമ്മൾ ഇന്ത്യക്ക് കൊടുത്തോളാം എന്നാണ് റഷ്യ ഇപ്പോൾ തുർക്കിയോട് പറഞ്ഞിരിക്കുന്നത്. അതിനിടയിൽ അച്ചം പുച്ചം ഹമാസിനെ അവിടെ കിടന്ന് അടിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഇസ്രായേൽ ഇന്ത്യയെ ഒന്ന് കോട്ട് ചെയ്തിട്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഇനിയും കൂടുതൽ ഡിഫൻസ് കാര്യങ്ങളൊക്കെ വേണം നമുക്ക് എന്നുള്ള രീതിയിൽ ഇസ്രായേൽ ഇന്ത്യയോട് പല കാര്യങ്ങളും ഇങ്ങനെ പറയുന്ന കൂട്ടത്തിൽ ഈ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുവരെയാണ് ഈ സ്റ്റോറി എത്തി നിൽക്കുന്നത്. അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ എന്താണ് ഇതിന് സംഭവിക്കുക എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. അപ്പോൾ ശരി.